അങ്ങനെ ഫൈനൽ പോരാട്ടത്തിൽ ഭാരതം ബാറ്റ് ചെയ്യും. ന്യൂസിലാൻഡ് ടോസ് നേടുന്നു, ഭാരതത്തെ ബാറ്റിങ്ങിന് അയക്കുന്നു. ടോസ് ഇപ്പോൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇനി ടീം കോമ്പിനേഷൻ എന്താണ്, ചേഞ്ചസ് ഉണ്ടോ ഒക്കെ നമുക്ക് അറിയണം. ഏതായാലും ഭാരതത്തിന് ബാറ്റിംഗ് എന്നാണ്. സോണി നോക്കൂ, ഇവിടെ അഹമ്മദാബാദിൽ ഈ ലോകകപ്പിൽ ആദ്യം ബാറ്റ് ചെയ്തവർക്കാണ് സാധ്യത കൂടുതൽ എന്നാണ് മനസ്സിലാക്കുന്നത്. എന്നിട്ടും എന്തുകൊണ്ട് ബൗൾ ചെയ്യുന്നു ന്യൂസിലാൻഡ്? T20 ക്രിക്കറ്റിൽ പലപ്പോഴും ചേസ് ചെയ്യാനുള്ള ഒരു സാധ്യത, അല്ലെങ്കിൽ ചേസ് ചെയ്യുമ്പോൾ ജയിക്കാനുള്ള സാധ്യത കൂടുതൽ തന്നെയാണ്. അതേ രീതിയിൽ തന്നെ ഇന്ത്യക്കെതിരെ എന്തെങ്കിലും ഒരു സാധ്യത ന്യൂസിലാൻഡിനുണ്ടെങ്കിൽ അത് അവർക്കെതിരെ ചേസ് ചെയ്ത് ഒരു സ്കോർ അടിക്കുക എന്നുള്ളത് മാത്രമായിരിക്കും ന്യൂസിലാൻഡ്. കാരണം അത്രത്തോളം ശക്തമാണ് ടീം ഇന്ത്യയുടെ ബാറ്റിംഗ് എന്ന് നന്നായിട്ട് അറിയാവുന്ന ടീം എന്നാണ് ന്യൂസിലാൻഡ്. അതുകൊണ്ട് തന്നെയാണ് അവര് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ ചെയ്തതുപോലെ ഒരു 170 180 ഇന്ത്യയെ ചുരുട്ടാൻ സാധിക്കുക. അതിനുശേഷം ഒരു നല്ല ശക്തമായ തുടക്കം അവർ സ്വപ്നം കാണുന്നതും അവർ പ്രതീക്ഷിക്കുന്നതും അത്തരത്തിലുള്ള ഒരു മത്സരമായിരിക്കും. ശരി സോണി, നമുക്ക് ടീം കോമ്പിനേഷനൊക്കെ നമുക്ക് അറിയാൻ പോകുന്നതേ ഉള്ളൂ. എങ്കിലും ആദ്യം ബാറ്റ് ചെയ്ത് കഴിഞ്ഞ മത്സരത്തിൽ ഒരു 250+ നമ്മൾ അടിച്ചു. ഇന്ന് ഈ ന്യൂസിലാൻഡിൻ്റെ ഓൾറൗണ്ടേഴ്സ് 6 to 7 6-7 ഓൾറൗണ്ടേഴ്സുമായിട്ടാണ് അവരെപ്പോഴും ഇറങ്ങാറുള്ളത്. അതവർക്ക് എത്രമാത്രം ഗുണം ചെയ്യും എന്ന ചിന്തയാകാം ഒരുപക്ഷെ രണ്ടാമത് ബാറ്റ് ചെയ്താൽ നന്നാകുമെന്ന തീരുമാനത്തിലേക്ക് എത്തിച്ചത് എന്ന് തോന്നുന്നു, അല്ലേ? കാരണം നമുക്ക് അവർക്കൊരു ജസ്പ്രീത് ബുംറ ഇല്ല എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. കാരണം എത്ര അടിച്ചാലും തിരിച്ചടിച്ചെത്തിക്കാൻ പാകത്തുള്ള ശക്തമായ ഒരു ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഒരു ബാറ്റിംഗ് ലൈനപ്പാണ് ടീം ഇന്ത്യക്ക് ഉള്ളത്. അതേ രീതിയിൽ തന്നെ ബുംറയെ കൈകാര്യം ചെയ്താൽ, അല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകാതിരുന്നാൽ, കഴിഞ്ഞ മത്സരത്തിൽ ഇംഗ്ലണ്ടിന് സംഭവിച്ച പോലെ ഏതാണ്ട് 250 പോകാതെ 220 വരെയൊക്കെ എത്തിയാൽ പോലും നമുക്ക് ഒന്ന് പിടിച്ചു നോക്കാം എന്നുള്ള പ്രതീക്ഷ ന്യൂസിലാൻഡ് ടീമിനുണ്ടാകും. കാരണം ബുംറ ഒഴിച്ചുള്ള ബോളേഴ്സിനെയൊക്കെ കൈകാര്യം ചെയ്യാനുള്ള ഒരു ധൈര്യവും സ്കിൽ സെറ്റും ഒക്കെ ന്യൂസിലാൻഡ് ടീമിനുണ്ട്. അത് മാത്രമല്ല അവരുടെ ഓപ്പണേഴ്സും ഒക്കെ തന്നെ ഫോമിലാണ് എന്നുള്ള ആ ഒരു കണക്കുകളൊക്കെ വെച്ചിട്ടായിരിക്കണം ഈ മൈതാനത്തെ റെക്കോർഡുകൾ തിരിച്ചാണെങ്കിൽ പോലും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ ചേസ് ചെയ്യാൻ തന്നെ തീരുമാനിക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ബ്ലെസ്സിംഗ് ഇൻ ഡിസ്ഗൈസ് എന്ന് തന്നെ നമുക്ക് സൂചിപ്പിക്കാം. കാരണം നമുക്ക് നിർണായകമായ മത്സരങ്ങളിൽ സ്കോർ ഓൺ ബോർഡ് പരമ്പരാഗതമായി ക്രിക്കറ്റിനെ നിരീക്ഷിക്കുന്ന സമയത്ത് ഒരു സ്കോർ ബോർഡിൽ ഒരു നല്ല ടോട്ടൽ എത്തിക്കുക, അതിനുശേഷം സമ്മർദ്ദമേറിയ നോക്കൌട്ട് മത്സരങ്ങളിൽ അത് ഡിഫെൻഡ് ചെയ്യുക, അത് വളരെ സിമ്പിളായിട്ട് ടീം ഇന്ത്യ വിചാരിക്കേണ്ടതാണ്. യെസ്, നമ്മളിപ്പോ ഏറ്റവും പുതിയ വാർത്ത വരുന്നു, ഇന്ത്യൻ ടീമിൽ മാറ്റമില്ല. അപ്പോൾ വരുൺ ചക്രവർത്തി കളിക്കും, ആർഷ്ദീപ് കളിക്കും, കുൽദീപ് കളിക്കില്ല, സിറാജ് കളിക്കില്ല, വാഷിംഗ്ടൺ സുന്ദറും കളിക്കില്ല. സെയിം ടീം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, എപ്പോഴും ജയിച്ചുകൊണ്ടിരിക്കുന്ന ടീമിനെ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ക്യാപ്റ്റനാണ് സൂര്യകുമാർ യാദവ്. ഗംഭീറും അങ്ങനെ ആയിരിക്കണമല്ലോ, അതുകൊണ്ടാവും ഈ ടീമിന് വിശ്വാസം അർപ്പിച്ചത്. ശരിയാണ്, നമ്മൾ അഭിഷേകിലേക്ക് മാത്രം വരും. 3 പ്ലേയേഴ്സാണ് ഇപ്പോൾ കുറച്ചെങ്കിലും പ്രതിരോധത്തിലായി നിൽക്കുന്നത്. 1 അഭിഷേക് ശർമ്മ, 2 ആർഷ്ദീപ് സിംഗ്, 3 വരുൺ ചക്രവർത്തി. ഈ 3 താരങ്ങളാണ് കുറച്ച് പ്രതിരോധത്തിൽ. പക്ഷേ ഒരൊറ്റ മത്സരം കൊണ്ട് ഇതിനെയൊക്കെ തകിടം മറിക്കാൻ കെൽപ്പുള്ള 3 താരങ്ങൾ. അതുതന്നെയല്ലേ ഈ ടീമിനെ ഇതേപടി നിലനിർത്താൻ ക്യാപ്റ്റനെ പ്രേരിപ്പിക്കുന്നത്? യാതൊരു സംശയവുമില്ല. അതിൽ ഈ 3 പേരുകളും ഒറ്റയ്ക്ക് ഒരു മത്സരം വിജയിപ്പിക്കാൻ സാധിക്കുന്ന താരങ്ങൾ തന്നെയാണ്. അത് നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. ഇടങ്കയൻ ഫാസ്റ്റ് ബോൾ അർഷ്ദീപിന്റെ കാര്യം തുടക്കത്തിൽ എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം ആ ഒരു ബോളിംഗിൽ നിന്ന് കൊണ്ടുവരുന്ന ആ ഒരു വ്യത്യസ്തത തീർച്ചയായിട്ടും അത് ഡിസ്റ്റർബ് ചെയ്യാനായിട്ട് ഒരു മാനേജ്മെന്റും ശ്രമിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. രണ്ടാമത്തത് അഭിഷേക് ശർമ്മയാണ്. കാരണം ഇതിന് തൊട്ടു മുമ്പുള്ള സീരീസിൽ അദ്ദേഹത്തിന്റെ പ്രകടനം നോക്കിയാൽ അതൊന്ന് കണ്ണോടിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ ഫൈനൽ മത്സരത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് പകരം റിങ്കു സിംഗിനെ കളിപ്പിക്കണമെന്നൊക്കെ ആലോചിച്ചാൽ അത് വലിയൊരു മണ്ടത്തരമായി പോകും തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം പെർഫോം ചെയ്യില്ലോ എന്നുള്ളത് മാത്രമല്ല, പക്ഷെ അദ്ദേഹത്തിന്റെ ആ ഒരു ഇമ്പാക്ട് അത്രത്തോളം ഉണ്ടായിരുന്നു. മൂന്നാമത്തെ താരത്തിനെ പറ്റി നമ്മൾ സൂചിപ്പിക്കുന്ന സമയത്ത് ഇപ്പോഴത്തെ കണക്കിൽ T20 ബോളിംഗ് റാങ്കിങ്ങിൽ ലോകത്തിലെ 1-ാം നമ്പർ ബോളറാണ് വരുൺ ചക്രവർത്തി. അദ്ദേഹത്തിന് 1-2 മത്സരങ്ങൾ മോശമായതുകൊണ്ട് അദ്ദേഹം വളരെ പെട്ടെന്ന് അതെല്ലാം മറന്നുപോയി ഒരു മോശം ബോളർ ആവും എന്നുള്ള ഒരു തോന്നൽ എനിക്കില്ല. എനിക്ക് തോന്നുന്നു ഇന്ത്യൻ മാനേജ്മെന്റിനും അത്തരത്തിലുള്ള ഒരു തോന്നലില്ല. ഞാൻ ഈ കളികളൊക്കെ വരുണിന്റെ ഓവറൊക്കെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഒരു ക്രിക്കറ്റ് ആസ്വാദകൻ എന്ന നിലയ്ക്ക് ഒരു 3-4 ഇഞ്ചസ് പിന്നിലാണോ വരുണിൻ്റെ പന്തുകൾ വീഴുന്നതെന്നൊരു സംശയമുണ്ട്. കാരണം പിക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ഈസിയായി അടിക്കാൻ പറ്റുന്ന തരത്തിലായി പോകുന്നു എന്നൊരു സംശയമുണ്ട്. അതായത് ഷോർട്ട് ബോൾ ആകുന്നു, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ട്രിക്കൊന്നും ഫലിക്കുന്നില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്?
അല്ല, പലപ്പോഴും കോൺഫിഡൻസ് കുറയുന്ന സമയത്ത്, ഒരു ബോളറുടെ കോൺഫിഡൻസ് ഒരല്പം കുറയുന്ന സമയത്ത് സാധാരണ വളരെ സ്വാഭാവികമായി ഉണ്ടാകുന്ന കാര്യമാണ് നമ്മൾ ഡിഫെൻസീവ് ആവാൻ നോക്കും. എന്നെ മുന്നിൽ കയറ്റിയിട്ട് അടിക്കല്ലേ എന്നുള്ള ഒരു ചിന്തയിലേക്ക് എല്ലാ ബോളേഴ്സും പോകാറുണ്ട്. ആ സമയത്താണ് പക്ഷെ ഏറ്റവും കൂടുതൽ അടിയും കൊള്ളുക. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു ടെക്നിക്കൽ അഡ്ജസ്റ്റ്മെന്റ് ഒരു വിക്കറ്റ് തുടക്കത്തിൽ താങ്കൾ നേരത്തെ സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു, അദ്ദേഹത്തിന് എത്രയോ മത്സരങ്ങളായിട്ട് തുടർച്ചയായ എല്ലാ മത്സരങ്ങളും വിക്കറ്റ് നേടാൻ സാധിക്കുന്ന താരമാണെന്ന്. അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് വരുമ്പോൾ, പ്രത്യേകിച്ച് നമ്മൾ ഒരു ടോട്ടൽ ഡിഫെൻഡ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ റോള് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ആ മിഡിൽ ഓവേഴ്സിൽ ടീം ഇന്ത്യക്ക് വിക്കറ്റുകൾ സ്വന്തമാക്കേണ്ടതുണ്ട്. അത് നേടാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വ്യത്യസ്തത കൊണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മിസ്റ്ററി ബോളുകൾ കൊണ്ടൊക്കെ തന്നെ അദ്ദേഹത്തെ റീഡ് ചെയ്ത് കൃത്യമായി ഒരു അജന്ത മെൻഡിസിനെ പോലെ അല്ല എന്നാണ് എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ തോന്നുന്നത്. കാരണം അദ്ദേഹത്തെ റീഡ് ചെയ്യാനൊന്നും നിൽക്കുന്നില്ല, കിട്ടിയ വാക്കിന് 4 വീശ എന്നുള്ള രീതിയിലാണ് കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ പോയത്. പലപ്പോഴും അത്തരത്തിലുള്ള വലിയ റിസ്കുകൾ എടുക്കുന്ന സമയത്ത് 1-2 വിക്കറ്റുകൾ കിട്ടിയാൽ ശരിക്ക് നമ്മൾ കണ്ട് ശീലിച്ചിട്ടുള്ള വരുൺ ചക്രവർത്തി നമുക്ക് കാണാൻ സാധിക്കും. ഒരു വിക്കറ്റ് കിട്ടിയ ബോളർ എപ്പോഴും വളരെ കോൺഫിഡന്റ് ആയിരിക്കും, പ്രത്യേകിച്ച് ആ സ്പെല്ലിന്റെ തുടക്കത്തിൽ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ അത്ര എളുപ്പമാവില്ല ന്യൂസിലാൻഡ് ബാറ്റേഴ്സിന്. യെസ്, ഒരു കാര്യം കൂടി, അതായത് ഈ മക്കൻസി എന്ന ബൗളർ, അയാളെ ആദ്യ ഓവറുകളിൽ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ കിവീസ് ആധിപത്യം നേടിയിരുന്നു. പക്ഷെ ഇന്ന് മക്കൻസി ഇല്ല കേട്ടോ. കാര്യം ജേക്കബ് ഡഫിയെ കളിപ്പിക്കുകയാണ്. അപ്പോൾ അതൊരു തരത്തിലൊരു ആശ്വാസമാണ്. ഒരു സ്പിന്നറെ കുറഞ്ഞു കിട്ടി. കാരണം ഈ വേൾഡ് കപ്പിൽ നമ്മൾ കണ്ടത് ഫാസ്റ്റ് ബൗളേഴ്സിന് അനായാസം കളിക്കുന്ന ഇന്ത്യൻ ബാറ്റേഴ്സിനെയാണ്. അതേസമയം സ്പിന്നിനെ പ്രതിരോധിക്കാൻ കുറച്ച് പാടുപെടുന്നുമുണ്ട്, സഞ്ജു ഒഴികെ. അല്ല, ആ ഒരു ഫാക്ടർ ഉള്ളതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഈഷൻ കൃഷ്ണനാണ് അദ്ദേഹത്തിനോടൊപ്പം ബാറ്റിംഗ് ഓപ്പൺ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അഭിഷേക് ശർമ്മയ്ക്ക് ഓപ്പൺ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു മാറ്റത്തിലേക്ക് ന്യൂസിലാൻഡ് പോകുമായിരുന്നില്ല. പക്ഷെ നമ്മളൊന്ന് ആലോചിക്കണം, ലോകോത്തര സ്പിന്നർമാരെ കളിച്ച് ശീലിച്ചിട്ടുള്ള ഇന്ത്യൻ കണ്ടീഷണൽ ഇന്ത്യൻ വിക്കറ്റുകളിൽ കളിച്ച് പഠിച്ച് വന്നിട്ടുള്ള യുവ താരങ്ങളെയാണ് നമ്മൾ ഒരു ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു ഓസ്പിൻ എന്നൊക്കെ പറയാൻ 35 വയസ്സുള്ള ഓസ്പിനെ കണ്ട് പേടിക്കുന്ന ബാറ്റർ ഒന്നും അല്ല അഭിഷേക് ശർമ്മ. ഒരുപക്ഷെ അങ്ങനെ ഔട്ടായി പോയി എന്നുള്ളതുകൊണ്ട്. അല്ല, അയാൾക്ക് ഇപ്പോഴും പേടിയില്ലെന്നേ, അതാണ് പ്രശ്നം. ഇപ്പോഴും പേടിയില്ല, ആരെറിഞ്ഞാലും അടിക്കും. അതാണ് എനിക്ക് തോന്നുന്നു വീരേന്ദ്ര സേവാഗിനേക്കാൾ അഗ്രസീവ് ആണെന്ന് തോന്നുന്നു. കാരണം എല്ലാ പന്തും അടിക്കുക, അതാണ് ലക്ഷ്യം. അല്ല, ഇയാൾ ഓസ്പിൻ എറിഞ്ഞ് ഔട്ട് ആവുന്നു നമുക്കൊക്കെ ഒരു സംശയം ഉണ്ടാവും. പക്ഷെ അയാൾ അതിനെപ്പറ്റി ഒന്നും ആലോചിക്കാനേ പോകുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഓസ്പിനെതിരെ അദ്ദേഹത്തിന് മികച്ച റെക്കോർഡാണ് ഇതിനു മുമ്പ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓസ്പിൻ എറിഞ്ഞുകൊണ്ട് പേടിക്കുന്നുള്ള രീതിയിലേക്കല്ല. പക്ഷെ എനിക്ക് തോന്നുന്നത് ഒരു ടാക്ടിക്കൽ ചേഞ്ച് ആണ്. ഇത്തരത്തിലുള്ള വിക്കറ്റുകൾ പലപ്പോഴും നമുക്കറിയാം, ബോൾ ഹോൾഡ് ചെയ്യുന്നതും ചേഞ്ച് ഓഫ് പേസ് വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാനും ഒക്കെ സാധിക്കുന്ന വിക്കറ്റാണ് നമ്മൾ ട്രഡീഷണൽ ആയിട്ട് അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അത് ഉപയോഗിക്കാമെന്നുള്ള രീതിയിലേക്കാണ് ഒരു ട്രഡീഷണൽ സ്പിന്നറിനേക്കാൾ, ഒരു ഫിംഗർ സ്പിന്നറിനേക്കാൾ കുറച്ചുകൂടി എഫക്റ്റീവ് ആയിട്ട് ഈ ചേഞ്ച് ഓഫ് പേസ് ഒക്കെ എറിയാൻ പറ്റുന്ന താരങ്ങൾക്ക് സാധിക്കുമെന്നുള്ള ആ ഒരു റീഡിംഗ് ആയിരിക്കാം ഒരു പക്ഷേ ഈ ഒരു ചേഞ്ചിലേക്ക് ന്യൂസിലാൻഡ് പോയിട്ടുണ്ടാവുക. എന്തൊക്കെ തന്നെയാണെന്നുണ്ടെങ്കിലും അത് മാനസികമായിട്ട് ഒരു പക്ഷേ വീണ്ടും ഒരു ഓഫ് സ്പിന്നർ വന്നല്ലോ, അയാളെ റിസ്ക് എടുക്കണോ വേണ്ടോ എന്ന് ഒരു പക്ഷേ മനസ്സിന്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഒക്കെ ഒരു സംശയം അഭിഷേക് ശർമ്മയ്ക്ക് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. ഇപ്പൊ ഏതാണ്ട് ആ സാധ്യതയില്ല. അദ്ദേഹം തുടക്കം മുതൽ തന്നെ വീശിക്കളിക്കും. യെസ്, അതിൽ സംശയമൊന്നുമില്ല. കാരണം അങ്ങനത്തെ ഒരു ബാറ്ററാണ് അയാൾ. ആ പ്രത്യേകതയാണ് അഭിഷേക് ശർമ്മനെ ഈ നിലയിൽ എത്തിച്ചതെന്ന കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട്. പോസിറ്റീവ് ഒറ്റ കാര്യമേ ഉള്ളൂ, എങ്ങനെയും പന്ത് അതിർത്തിക്ക് പുറത്ത് 4 ആയാൽ പോലും സന്തോഷമില്ല കേട്ടോ, എങ്ങനെയും 6 അടിക്കണം.